SPCയുടെ കാസർഗോഡ് ജില്ലാതല സഹവാസ ക്യാമ്പിന് പെരിയ കുണിയയിൽ ഉജ്ജ്വല തുടക്കം. സമന്വയ 2026 എന്ന പേരിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ള, നിയമമനുസരിക്കുന്ന, പരിസ്ഥിതി ബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള തലമുറയായി വിദ്യാർത്ഥികൾ വളരണമെന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നതെന്നും SP പ്രത്യേകം ഓർമ്മപ്പെടുത്തി. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ കാസർഗോഡ് ജില്ലാതല സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ SPC കുട്ടീനെ കണ്ടിട്ട് ഒരു നാട്ടുകാരെ പറയുന്നത്, നിങ്ങൾ ആ കുട്ടീനെ പോലെ കണ്ടു നോക്കൂ, അവന് വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ബാക്കി എന്ത് കാര്യമാണെങ്കിലും അവൻ SPCയിലാണ് എന്ന് പറയിക്കലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു SPC കാനും പാടില്ല. നിങ്ങൾ മുന്നിൽ നടക്കുന്നവരാണ്. മുന്നിൽ നടക്കുന്നവരെപ്പോഴെന്താണ് മാതൃകയായിട്ടുള്ള ആൾക്കാരാണ് മുന്നിൽ നടക്കേണ്ടത്. അപ്പോൾ SPCയിൽ നിങ്ങൾ ഒരുപാട് 4-5 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം പരിസ്ഥിതി, നമ്മൾ ഓരോരുത്തർ ജീവിക്കുന്ന പരിസ്ഥിതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതിയെ മലിനമാക്കുന്ന ഒരു സംഭവം ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായ ചുമതല. നിങ്ങൾ ഈ പറഞ്ഞ SPCയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് SPCയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാകുന്നത്. അതിനുള്ള നിങ്ങൾ ഓരോ കുട്ടികളും SPCയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാക്കുന്ന ആൾക്കാരായി ജീവിക്കുന്ന അതിന്റെ മോഡൽസായി നിങ്ങൾ മാറുമ്പോഴാണ് ഈ ഒരു പുതിയ തലമുറ ചേഞ്ച് ലീഡേഴ്സായി നിങ്ങൾ മാറുന്നത്. ചടങ്ങിൽ KS രോഹിത് രാജ് അധ്യക്ഷനായി. എന്താണ് ഈ ക്യാമ്പ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്, അല്ല എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങളിരുന്ന് ഒന്ന് വിലയിരുത്തണം. ഞാൻ എന്തിനാണ് എൻ്റെ ലൈഫിലെ 4 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തത്? വെറുതെ SPCയിൽ ചേർന്നത് കൊണ്ട് ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വെറുതെ അങ്ങ് ഒരു പാർട്ടിസിപ്പേഷൻ നടത്തി പോവുക എന്നുള്ളതായിരുന്നോ, അതോ മറിച്ച് എന്തെങ്കിലും എനിക്ക് ലൈഫ് ലേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ കിട്ടിയോ എന്നുള്ള ഒരു വിലയിരുത്തൽ, ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കണം. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡോക്ടർ PS ലക്ഷ്മിഭായ് മുഖ്യപ്രഭാഷണം നടത്തി. ബേക്കൽ DYSP MP ആസാദ്, കാസർഗോഡ് ഹെഡ്ക്വാർട്ടേഴ്സ് RI ജയകുമാർ, KCMMF ഡയറക്ടർ PP നാരായണൻ, KPOA ജില്ലാ സെക്രട്ടറി P രവീന്ദ്രൻ, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ദിവുകുമാർ, കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ IAS അക്കാദമി ഡയറക്ടർ ഡോക്ടർ സാജിദ് അലി, ട്രസ്റ്റി ഡയറക്ടർ TA നിസാർ, SPC കോർ കമ്മിറ്റി കൺവീനർ EJ ഹരികൃഷ്ണൻ, SPC ജില്ലാ കോർഡിനേറ്ററും SIയുമായ PK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SPC നോഡൽ ഓഫീസറും അഡീഷണൽ SPയുമായ CM ദേവദാസൻ സ്വാഗതവും അഡീഷണൽ നോഡൽ ഓഫീസറായ SI T തമ്പാൻ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 43 സ്കൂളുകളിൽ നിന്നുള്ള 250 കേഡറ്റുകളാണ് ക്യാമ്പിലെ അംഗങ്ങൾ. കൂടാതെ ഓരോ ദിവസവും 20 വീതം അധ്യാപകരും പോലീസ് ഓഫീസർമാരും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. മെയ് 15-നാണ് ക്യാമ്പിൻ്റെ സമാപനം. ഗതാഗതം, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, സ്പോർട്സ് ആൻഡ് യുവജനകാര്യം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ പിന്തുണയോടെ ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കേരള പോലീസിന്റെ അഭിമാന പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അഥവാ SPC. ന്യൂസ് ബ്യൂറോ, പെരിയ.